ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പുളിങ്കറി അഥവാ പുളിയിഞ്ചിയാണ്. തനി നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം പുളി വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണിത്. ഇതൊരു 2.5 കപ്പോളം ഉണ്ടാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂണിലധികമായിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയ ശേഷം സ്റ്റൗ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ വഴറ്റിയെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര. ഞാനൊരു 4 അച്ച് ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് വേണ്ടി വരില്ല, ആവശ്യത്തിന് നമുക്ക് ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് പുളിവെള്ളമാണ് നമ്മൾ നേരത്തെ എടുത്തിരുന്നത്. അതൊരു 1.5 കപ്പ് ആവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒന്നും കൂടി അടച്ച് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉലുവ 1 ടീസ്പൂണാണ്, കടുക് 1 ടീസ്പൂണ്. ഇനി നമുക്ക് വേണ്ട എള്ള്, കറുത്ത എള്ളാണ്. കറുത്ത എള്ള് 1 ടീസ്പൂൺ, നല്ല ജീരകം അഥവാ ചെറുജീരകം, ഇത് 4ഉം കൂടി പൊടിച്ചെടുക്കണം. ഇത് കൂടാതെ ഒരു 1.5 ടേബിൾ സ്പൂൺ അരി, ചോറിനുള്ള അരിയാണ്, അത് ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം പൊരിച്ച് വറുത്തെടുക്കണം. ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇത്രയും വേണ്ട. ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഇത് കുറവായിട്ടേ വരുള്ളൂ. ഇത് ഞാൻ വറുക്കാൻ എളുപ്പത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ എടുത്തതാണ്. കുറച്ചാകുമ്പോൾ വറുത്തെടുക്കാൻ പ്രയാസമാവും, അതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ്. ഉലുവ, കടുക്, നല്ല ജീരകം, എള്ള്, ഇപ്പോൾ 4ഉം കൂട്ടി അതേ പാത്രത്തിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. വലിയ ചൂടൊന്നും ആവണ്ട, ഒന്ന് ചൂടായാൽ മതി. പെട്ടെന്ന് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലൊരു സ്മെല്ലും ഇതിൽ നിന്ന് കിട്ടും. ഈ സീഡ്സൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ഓയിലുണ്ട്, അത് പുറത്തേക്ക് വരും. അത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നല്ല മണവും രുചിയും നൽകാൻ സഹായിക്കും. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വറുത്തെടുത്ത മുഴുവൻ സാധനങ്ങളും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പുളിവെള്ളം, വേവിച്ച് വെച്ച പുളിവെള്ളത്തിലേക്ക് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ നേരത്തെ അരി വറുത്തത് പകുതിയേ എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ സാധനങ്ങളും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, തിളയ്ക്കുന്നത് വരെ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പുളിങ്കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇവിടെ പുളിങ്കറി ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അതിനായിട്ടൊരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ സ്റ്റൈലിലുള്ള പുളിങ്കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.